പ്രൈസ് ലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കൾക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രഭാതത്തിൽ ചില നിമിഷങ്ങളുടെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 13 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്കു സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എന്നെ കേൾക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതി അത് ഈ കാലഘട്ടത്തിൽ വായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഉപദേശിച്ചിരിക്കുകയാണ്. നമ്മൾ ഏതു തരത്തിൽ സംസാരിച്ചാലും ഏതു പ്രവർത്തികൾ നമ്മളിൽ വെളിപ്പെട്ടു വന്നാലും നമുക്ക് പരിശുദ്ധാത്മാവിൽ ലഭിച്ചിരിക്കുന്ന അന്യഭാഷ, അതായത് ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്ന ഭാഷകളിൽ നമ്മൾ സംസാരിച്ചാലും നമ്മളുടെ മാതൃഭാഷയായിരിക്കുന്ന ഭാഷകളിൽ നമ്മൾ എന്തൊക്കെ വാതോരാതെ മണിക്കൂറോളം സംസാരിച്ചാലും അതിലൊന്നും ഒരു കഥയില്ല. കാരണം എന്നിൽ സ്നേഹമില്ലാതെ മറ്റൊരുവനെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയാതെയാണ് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നുവെങ്കിൽ എന്നിൽ യാതൊരു വിധമാകുന്ന ദൈവപ്രവൃത്തിയും കാണുന്നില്ല. അത് വെറും ഒരു ഉപകരണം മാത്രമായി മാറുകയാണ്. നമ്മൾ സംസാരിച്ച് ശബ്ദമുണ്ടാക്കുന്ന വെറും ഒരു ഉപകരണം മാത്രമായിട്ട് നമ്മൾ മാറുകയാണ്. അതിൻ്റെ 2 മുതൽ താപ്പോട്ട് വായിക്കുമ്പോൾ എനിക്ക് പ്രവചനപരമുണ്ടായാലും ജ്ഞാനവും അതുപോലെ തന്നെ എന്തു തന്നെ ശക്തിയുള്ള സാധനങ്ങളെയും നിർമൂലമാക്കി കളയുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം എന്നിലുണ്ടായാലും, മലകളെ പോലും നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന, ദൈവകൃപയിൽ നിൽക്കുന്ന, പ്രവചിക്കുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ നമ്മളിൽ നിർബന്ധമായും പ്രകടമാകേണ്ട ഒന്നാണ് സ്നേഹം. ആ സ്നേഹം നമ്മളിൽ ഇല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മർമ്മപ്രധാനമായ ഒരു വിഷയം, നമ്മൾ ഏതുമല്ലാതെയായി മാറും. നമ്മളിനി കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ദൈവനാമത്തിലാണെങ്കിൽ പോലും ദാനം ചെയ്താലും ശരി, നമ്മൾ സ്നേഹത്തോടെ അല്ല അത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വെറുമൊരു യന്ത്രത്തെ പോലെ ആയിത്തീരുന്നു. ഇതേ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പ്യർ 4 അധ്യായം അതിൻ്റെ 1 വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരും മാത്രമല്ല, അവിടെ 3-മതൊരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ കിരീടവുമായി ഉള്ളവരെ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരെ, അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റു വ്യക്തികളെ സംബോധന ചെയ്യുന്നത് തൻ്റെ ഒരു രാജാവിനെ പോലെ, താനായിരിക്കുന്ന ഒരു പദവിയിൽ തൻ്റെ ശിരസിൽ വയ്ക്കുന്ന ഒരു മകുടത്തിന് അല്ലെങ്കിൽ ഒരു വജ്ര കിരീടത്തിന് സമമായ ഒരു പദവിയായിട്ട് മനുഷ്യന് കൊടുത്തുകൊണ്ട് ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു പൗലോസ്. ഇതേ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. ദമസ്കോസിൻ്റെ പടിവാതിൽ ദൈവമക്കളെ കൊന്നുകളയുവാൻ തക്കവണ്ണം പദ്ധതിയിട്ട് നടക്കുന്ന ഒരു പൗലോസ്. ആ പൗലോസ് പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ
താൻ കൊല്ലുവാൻ നടന്ന കൂട്ടരെ തന്നേക്കാളുമേറെ ബഹുമാനിക്കുകയും തന്നേക്കാളേറെ കരുതുകയും അവരെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവരെ സ്നേഹിക്കുവാനും ഇടയായിത്തീരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്ന എന്നിൽ പരിശുദ്ധാത്മാവുണ്ടോ? എന്നിൽ ദൈവമുണ്ടോ? എന്നിൽ ദൈവം സ്നേഹമുണ്ടോ? ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കൊരു ബോധ്യമുണ്ടെങ്കിൽ ഞാനും എൻ്റെ ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇന്നു മുതൽ പഠിക്കുകയാണ്. എൻ്റെ ദൈവത്തെ സ്നേഹിക്കുക. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് പോലെ അവൻ്റെ പ്രാണൻ എനിക്ക് വേണ്ടി നൽകി കാൽവരിയുടെ കുലക്കളത്തിൽ എൻ്റെ ഭാവിക്ക് വേണ്ടി, എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി, അവനിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി അവൻ മരിച്ച എന്നോട് പ്രകടമാക്കിയ ഒരു സ്നേഹമുണ്ട്. അതുപോലൊരു പക്ഷേ മനുഷ്യനായിരിക്കുന്ന എനിക്ക് കഴിയില്ല. ഒരുവന് വേണ്ടി മരിപ്പാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എൻ്റെ പ്രാണന് തുല്യം അവനെ സ്നേഹിപ്പാൻ കഴിയും. അതുകൊണ്ട് ഇന്നീ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ഒരു പ്രവാചകിയാണോ? നീ ഒരു പ്രവാചകനാണോ? നീ ഒരു വെളിപ്പാടുള്ള വ്യക്തിയാണോ? നീ ആരാധിക്കുന്ന, പാട്ടുപാടുന്ന, കൈയടിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ബൈബിൾ വായിക്കുന്ന, സങ്കീർത്തനം ധ്യാനിക്കുന്ന വ്യക്തിയാണോ? നിന്നിൽ പ്രകടമാകണം ഇന്നു മുതൽ ദൈവത്തിൻ്റെ സ്നേഹം. പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ, ഞാൻ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ മനുഷ്യനെ സ്നേഹിക്കും. ഞാൻ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ടും ഞാൻ മനുഷ്യനെ സ്നേഹിക്കും. ഞാൻ പ്രവചിക്കുന്നത് കൊണ്ടും മനുഷ്യനെ സ്നേഹിക്കും. ഞാൻ ദാനധർമ്മം ചെയ്യുന്നത് കൊണ്ടും മനുഷ്യനെ സ്നേഹിക്കും. ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞാലും ദാനധർമ്മം ചെയ്യുവാൻ നിന്റെ പക്കലില്ലെങ്കിലും നിനക്ക് പിശുക്ക് കാണിക്കാതെ ഒരുവനെ സ്നേഹിക്കാൻ കഴിയും. അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. നീ സ്നേഹിക്കുന്ന വ്യക്തിയായി, സ്നേഹമുള്ള വ്യക്തിയായി നീ മാറട്ടെ. അല്ലെങ്കിൽ നമുക്കൊരുമിച്ച് മാറാം, ഇന്നു മുതൽ ശീലിക്കാമെന്ന് നിങ്ങളോട് ആശംസകളായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഏവരെയും സഹായിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ പ്രിയ സഹോദരൻ സാബു അഞ്ചൽ.